എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാരണം നമ്മളത് ടേക്കപ്പ് ചെയ്തിട്ട് ഏകദേശം 3.5 മാസമായി. അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ ഭാഗമെന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് വസ്തുതയെങ്കിൽ ഈ പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അന്വേഷണ രീതി ശരിയല്ല എന്നും അന്വേഷണം സത്യസന്ധമല്ല എന്നും അന്വേഷണം അജിത് കുമാറിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘത്തെയും സഹായിക്കത്തക്ക രീതിയിൽ സത്യസന്ധമല്ലാതെയാണ് നടക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരണമെങ്കിൽ, ഗവൺമെന്റ് സത്യമാണ് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിജിലൻസ് റിപ്പോർട്ട് ഇതാ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഫയൽ ചെയ്യുന്ന പറയുന്നത്. 2-2.5 മാസക്കാലം കൊണ്ട് ഞാൻ നൽകിയ 8-9 പരാതി വളരെ വിശദമായി പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട, തെളിവെടുക്കേണ്ട കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത് ഇത്രയും പെട്ടെന്ന് ആ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. ആ റിപ്പോർട്ട് പരിപൂർണമായിട്ടും എം.ആർ. അജിത് കുമാറിനെ പൂർണ്ണമായും വെള്ളപൂശുന്ന റിപ്പോർട്ടായി മാറുകയാണ്. സ്വാഭാവികമായും പരാതിക്കാരൻ എന്ന നിലക്ക് ഈ റിപ്പോർട്ട് ഇങ്ങനെ വരൂ എന്ന് ഞാൻ 2-3 ഘട്ടത്തിൽ ഉറപ്പിച്ച് കണക്കാക്കിയതാണ്. അതിന്റെ 1-ാം ഘട്ടം നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവനയായിരുന്നു. ഞാൻ ഈ ഗവൺമെന്റിലെ പുഴുക്കുത്തുകൾ എന്ന് മുഖ്യമന്ത്രി അടക്കം വിശേഷിപ്പിച്ച പോലീസ് അധികാരികൾ, പ്രത്യേകിച്ചും അജിത് കുമാർ ഒരു ഭാഗത്തും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പി ശശിക്കും എതിരെയായിരുന്നു നിരന്തരമായിട്ട് വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. അന്ന് പുഴുക്കുത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ ഒരു അവസാനത്തെ ടേണിലേക്ക് വരുമ്പോൾ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പാർട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി സംസാരം നിർത്തണം, നിങ്ങൾ കൊടുത്ത പരാതി ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പൊതു പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ നിർത്തി. ഞാനിത് നിർത്തിയ 3-ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഞാൻ നൽകിയ പരാതിയിൽ, അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ ഒരു വസ്തുതയില്ലെന്നും അജിത് കുമാർ ഏറ്റവും സത്യസന്ധനായ ഓഫീസറാണെന്നും പി ശശിക്കെതിരെ PV അൻവർ MLA പറഞ്ഞ എല്ലാ പരാതികളും അവജ്ഞയോടുകൂടി തള്ളുകയാണ്, അദ്ദേഹത്തിന്റെ വാക്കാണ്, അവജ്ഞയോടുകൂടി തള്ളുകയാണെന്നും ഈ പറഞ്ഞതിൽ ഒരു വസ്തുതയും ഇല്ല എന്ന് അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലീസിന്റെ ഇടപെടലിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോ അവരുടെ പിൻബലത്തോടു കൂടിയാണ് പോലീസിനെതിരെ ചില ആളുകൾ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു, അതാരാണ്, അതിന്റെ പിന്നിൽ അൻവറാണോ എന്ന ചോദ്യം പത്രക്കാരുടെ അടുത്തുണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി, അത് എനക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു കളവാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഗവർണർ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണം എനിക്കെതിരെ നടക്കുന്നു എന്ന് ഒരു വളഞ്ഞു തിരിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് നടത്തി. അപ്പൊ ഞാനിതിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കാരണം, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് മുഖ്യമന്ത്രിയാണ് പറയുന്നത് അജിത് കുമാർ കള്ളനല്ല, നല്ലവനാണ്, ഈ പറയുന്ന പി ശശി ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേട്ടിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തിന് വരുന്നത്. ആ അന്വേഷണത്തിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ എന്താകും? ഏത് നിലയിലേക്കാണ് അവരുടെ അന്വേഷണം കൊണ്ടുപോവുക? പക്ഷേ എന്നിട്ടും ഇതിൽ ഈ അന്വേഷണം നടത്തുന്ന SIT വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ
സത്യസന്ധമായി ചില കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ശ്രമം നടത്തി. അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റുന്നത് വലിയ പ്രശ്നങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്തു. അദ്ദേഹത്തെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? അജിത് കുമാറിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. പത്രക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ളത്? ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ പോലീസ് സീനിയർ ADGP ഉദ്യോഗസ്ഥരാണ്. അതിൽ വിജിലൻസിന്റെ ഡയറക്ടറുണ്ട്. ആ വിജിലൻസിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള SP-മാരും DYSP-മാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ നിലപാടെടുത്തപ്പോൾ ആ ഉദ്യോഗസ്ഥനെയും കൂടി തലക്കടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തെളിയാൻ പോകുന്നില്ല. ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല. അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ടേ പോകൂ. അജിത് കുമാർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കൈയുണ്ടാവും. അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോ പൂരം കലക്കിയ വിഷയം എന്താ റിപ്പോർട്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അവിടെ തിരുവമ്പാടി ദേവസ്വമാണ് പൂരം കലക്കിയത്. എങ്ങനെയുണ്ട്? 100-200 ചില്ലാനം വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂരം. ഇപ്പൊ എന്റെ മകളെ കല്യാണം, ഞാൻ കല്യാണം നടത്തേണ്ടവനാ. ഞാൻ ആ നിക്കാഹിന്റെ സമയത്ത് ഞാൻ ആ നിക്കാഹ് കൊളാക്കി എന്നല്ലേ പറഞ്ഞത്? അത് പച്ച മലയാളം. ആരാണോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തേണ്ടത് അവരുടെ പെരടിയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണ്. വാദിയെ പ്രതിയാക്കുക നമ്മൾ കേൾക്കാറുണ്ട്. ഇത് പ്രതിസ്ഥാനത്തിൽ അതിനപ്പുറം വേറെ വല്ല സ്ഥാനവും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ പരിപൂർണമായിട്ടും ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് ഇനി കോടതിയിൽ കൊടുത്തെങ്കിലേ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം പോട്ടെ, റിദാൻ ബാസിൽ കേസ് അവിടെ നിൽക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്ത ഡോക്യുമെന്റ് 33,80,000 അദ്ദേഹം എന്ത് വാങ്ങുന്നു? ഫ്ളാറ്റ് വാങ്ങുന്നു. 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷത്തിന് വിൽക്കുന്നു. 33,80,000 രൂപ റൊക്കമായി പണമായി കിട്ടിയെന്നാണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങുമ്പോ വിൽക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. സർക്കാർ അക്കൗണ്ടിൽ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസയും മുടക്കിയിട്ടില്ല. പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട്. ആ ഒരൊറ്റ കാര്യം മതി. ഈ പറയുന്ന ഇപ്പൊ ഈ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമുക്കിതങ്ങ് കൈ കഴുകി കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലുമുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നതിനുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം മുതലേ പറഞ്ഞ RSSന്റെ പരിപൂർണമായ കരാളഹസ്തങ്ങളില് ഈ വിഷയം എന്താ പറയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും അതിനപ്പുറം ഒരു ഇഞ്ച് മുഖ്യമന്ത്രിക്ക് നീങ്ങാൻ കഴിയില്ല. SFIയുടെ തീരുമാനം വരുന്നുണ്ട്. ഒന്നും വരാനില്ല. നമുക്കറിയാം ഏത് തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് BJPയുടെ ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതനായ ഒരു നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ട്രെയിനിലുണ്ട്.
എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ചെറിയൊരു സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങളൊരു 3-4 മണിക്കൂർ ഏതായാലും ഫ്രീ ആണ് ഇരുന്ന് സംസാരിച്ച. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ CPM ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി CPM-നെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ പോകും. 2026 തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു 5 തൊട്ട് 10 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ധാരണയുണ്ടാക്കും. ഞങ്ങളുടെ ലക്ഷ്യം 2031 ഭരണമാണ്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാ. ഞാൻ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ റീവൈൻഡ് ചെയ്ത് കേൾക്കും. അതേ സ്റ്റെപ്പിലൂടെയാണ് ഇപ്പോ CPM യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിരോധം ആവർത്തിച്ച് CPM-ന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ വിഷയത്തിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുന്ന ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റതിരിഞ്ഞ് മാറി നിന്നപ്പോ ആദ്യം പറഞ്ഞെന്താ, എന്റെ സമ്മേളനങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ്. 1000-ങ്ങളും 10,000-ങ്ങളും പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ അതൊക്കെ മുസ്ലിം തീവ്രവാദികൾ. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ സംഭവം എന്താ, 2 ദിവസം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് എത്ര ഗൗരവതരമാണ്. അവിടെ വോട്ട് ചെയ്ത കേരളത്തിൽ CPM-നല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചക്ക് പറയല്ലേ, വളരെ പച്ചക്ക്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഒരു മറയുമില്ലാതെ പറയാണ്. ഹിന്ദുത്വ തീവ്രവാദത്തെ CPM-നോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 7 മാസമായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ നേതാക്കന്മാർ. മെക്സവനുമായി ബന്ധപ്പെട്ടുണ്ടായ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പ്രതിഫലിച്ചത്? ഇത്ര പച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആരെങ്കിലും കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? RSS-ന്റെയും BJP-യുടെയും നേതാക്കന്മാർ പറയാൻ മടിക്കുന്ന വാക്കുകൾ, അത് ഇവിടുത്തെ CPM-ന്റെ ലീഡർഷിപ്പ്, അതും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ ആവർത്തിച്ച് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. ഒരാൾ പ്രതികരിച്ചോ? ഇവിടെ ജലീൽ എവിടെ പോയി? ജലീൽ കുറെ വീമ്പടക്കിയിരുന്നല്ലോ, കുറെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നല്ലോ ഈ അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. എന്താണ് ജലീലിന്റെ നിലപാട്? പാർട്ടിയുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ലെങ്കിലും പോലീസിന്റെ വിഷയത്തിൽ PV അൻവറിനോടൊപ്പമാണ് ഞാനെന്ന് പറഞ്ഞ് നിരന്തരമായി പോസ്റ്റ് ഇട്ടിരുന്ന വ്യക്തിയാണ് ശ്രീ KT ജലീൽ. കാണാനില്ലല്ലോ, ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ നടന്നിട്ടൊരു മറുപടിയില്ലല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് ജലീൽ സൈലന്റ് ആയത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ സഖാവ് വിജയരാഘവന്റെ പ്രസ്താവന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ജലീൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. PTA റഹീം കമ്മ്യൂണിസ്റ്റുകാരനാണോ? V അബ്ദുറഹ്മാൻ മന്ത്രി. ഞങ്ങളൊക്കെ ജയിച്ചത് എങ്ങനെയാ? ഞങ്ങൾ ജയിച്ചത്, ഇവിടുന്ന് ജയിച്ചു കയറിയത് ഇടതുപക്ഷത്തിന്റെ വോട്ടിനപ്പുറം, അല്ലെങ്കിൽ CPM-ന്റെ വോട്ടിനപ്പുറം ഈ നാട്ടിലെ മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന UDF-നോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി കിട്ടിയിട്ടാണല്ലോ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നത്. ആ സമൂഹത്തെ ഒന്നടങ്കം വർഗീയവാദികൾ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയായില്ല
എന്ന് പറയാനുള്ള ബാധ്യതയെങ്കിലും ഈ അബ്ദുറഹ്മാനും ഈ ജലീലിനും ഈ പി ടി റഹീമിനില്ലേ? എന്താരും ഒന്നും ഉണ്ടാത്തത്? അല്ല, ഇത് ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഘട്ടം നിങ്ങൾ നോക്കണം. ഒരു വാക്ക് ഉച്ചരിച്ചാൽ ഇപ്പോ ഇന്ന് വയനാട്ടിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരാ സെക്രട്ടറി? ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന് ഗഗാറിൻ ഔട്ടായി. ചെറുപ്പക്കാരനായ റഫീഖ് സെക്രട്ടറി. എന്താ കാര്യം? ഈ ADGP അജിത് കുമാറിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വയനാടിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് ഗഗാറിൻ. ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അനാവശ്യമായ ഇടപെടലും ലാത്തിച്ചാർജും, ഭക്ഷണപ്പരയിൽ പോലീസിന്റെ കയ്യേറ്റങ്ങൾ തുടങ്ങി ജനങ്ങൾക്കുണ്ടാക്കിയ നിരവധി വിഷയങ്ങളിൽ പോലീസിനെതിരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിന്റെ വാർത്തകൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് റിപ്പോർട്ട് വന്നത് അത് നേരെ ഇപ്പം എന്തായി? അതാണ് ഞാൻ പറഞ്ഞത്. പിണറായിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അത് പറയുന്ന ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ ചെറുവിരൽ അനക്കിയാൽ അത് പാർട്ടിയിലുണ്ടാവില്ല. സഖാവ് യെച്ചൂരി മരിച്ചിട്ട് മാസങ്ങൾ എത്രയായി? നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയ സെക്രട്ടറി ഇല്ല. എന്താ ഇല്ലാത്തത്? എന്താ തീരുമാനിക്കാൻ ബുദ്ധിമുട്ട്? പിണറായിക്ക് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്ത എനിക്ക് ആരെയാണ് 100% വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തി എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പൊ കൺഫ്യൂഷനില്ല. അതിനകത്ത് പലതും നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കേൾക്കുന്നു കാണുന്നൊക്കെ ഉണ്ടല്ലോ. ഇരിക്കുന്ന കസാരയെ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് സഖാവ് പിണറായി വിജയൻ നീങ്ങുകയാണ്. അപ്പൊ എവിടെ ഒരു അപശബ്ദം കേട്ടാൽ ആ അപശബ്ദങ്ങളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ പാർട്ടി സമ്മേളനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വയനാട്ടിലെ സഖാവ് ഗഗാറിൻ. അപ്പൊ ഞാനിത് മൊത്തത്തിൽ ഇത് പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ നൽകിയ പരാതിയിൽ ഒരു നീതിയും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു മേഖലയിലും നമുക്കൊരു നീതിയും ലഭ്യമാകില്ല. ഇതിനി ജനങ്ങള് ഇതിനെങ്ങനെ നേരിടണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട്, ഈ പറയുന്ന പാലക്കാടത്തെ വോട്ട്, ചേലക്കരയിലുണ്ടായ CPM നഷ്ടപ്പെട്ട 30,000-ഓളം വോട്ട്. അപ്പൊ ജനം ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാന കാരണം, ഇന്ന് കൊല്ലത്ത് കഴിഞ്ഞ ഡിസംബർ ഈ മാസം 5-ാം തീയതി ഒരു പോലീസ് കോൺസ്റ്റബിൾ ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു കത്തെഴുതി വെച്ചിരുന്നു. ആ കത്ത് PV അൻവർ MLA-ക്ക് അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ഇന്നാണ് ആ കുടുംബം ആ കത്ത് എൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ലൂഷ്യസ് എന്ന് പറയുന്ന CPO ആണ്. അദ്ദേഹം സ്റ്റേറ്റ് പോലീസിൽ നിന്ന് റെയിൽവേ പോലീസിൽ ഇതിലേക്ക് താൽക്കാലികമായിട്ട് മാറിയിട്ടുള്ള കുണ്ടറ പോലീസ് സ്റ്റേഷനാണ്. കുണ്ടറ പോലീസ് സ്റ്റേഷനിലാണ് പരിധിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ എഴുതി വെച്ച കത്തിന്റെ കോപ്പി ആ കുടുംബം ഇന്ന് എത്തിച്ചതാണ്. ഇതിലെ വിഷയം എന്ന് പറയുന്നത്, ഈ പോലീസുകാരന് ആ SHOയിൽ നിന്നുണ്ടായ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മാനസിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അങ്ങനെ ഭാര്യയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ 308 ചാർജ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ്. അതിനുണ്ടായ കാരണം, ഈ പോലീസുകാരൻ ലൂഷ്യസും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ സ്കൂട്ടറിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു മയക്കുമരുന്ന് സംഘവുമായി അമ്മയും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വാക്കേറ്റുണ്ടായി.
അദ്ദേഹത്തെ വളരെ മാരകമായിട്ട് ഈ ലൂഷ്യസിനെയും ഈ സംഘം മർദ്ദിച്ചു, അമ്മയെയും മർദ്ദിച്ചു. അതിന്റെ പേരിൽ ലൂഷ്യസ് കൊടുത്ത പെറ്റീഷൻ FIR ഇടാതെ ഈ സംഘവുമായി ബന്ധമുള്ള പോലീസ് ചില വിഭാഗ കേസ് ഗൗരവമായി കേസെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന CPO ലൂഷ്യസ് ഈ SHOവുമായി നിരവധി തവണ വാക്കേറ്റം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിനിടക്കാണ് ഈ ഭാര്യയുമായിട്ടുണ്ടാകുന്ന ഈ വിഷയം ഉണ്ടാകുന്നത്. ആ വിഷയം മുതലെടുത്തുകൊണ്ട് 308 ചാർജ് ചെയ്തിട്ട് 1.5 വർഷമായി ഈ പോലീസുകാരൻ സസ്പെൻഷനിലാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ച കത്തിന്റെ കോപ്പിയാണ് എന്ന് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ അരീക്കോട് പോലീസ് സ്റ്റേഷനില് കോൺസ്റ്റബിളിന്റെ SOG കമാൻഡോയുടെ മരണം ഈ സംസ്ഥാനമൊട്ടാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ മരണപ്പെടുന്ന പോലീസുകാർ, ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാർ, അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതിന്റെയൊക്കെ പിന്നാമ്പുറം ആരിത് ഏറ്റെടുത്താൽ ഇതിന്റെ ഒരു വാല് നേരെ ചെല്ലുന്നത് ഈ പറയുന്ന ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ ക്രിമിനൽ സംഘത്തിന്റെ എന്താ പറയാ, അവരുടെ ആ കരാള ഹസ്തങ്ങൾക്കുള്ളിൽ ആരെങ്കിലും ഒന്ന് ഇളകിയാൽ പല രീതിയിലുള്ള പീഡനങ്ങൾ, ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പീഡനങ്ങൾ, അനാവശ്യമായ സസ്പെൻഷനുകൾ, അനാവശ്യമായ നിയമ നടപടികൾ ആയിരക്കണക്കിന് പോലീസുകാരുടെ നേരെയാണ്. ഇപ്പൊ തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷൻ, ഞാൻ ആ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിലെ പ്രധാന കണ്ണിയാണ് ഞാൻ കൊടുത്ത പരാതിയിലെ ആ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത്. 4 വർഷം കഴിഞ്ഞവിടെ ഈ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് അരീക്കോട് ആ ക്യാമ്പിലുള്ള ഒരു SOG എന്നോട് ബന്ധപ്പെട്ട് പറഞ്ഞത് അവനവിടെ വെല്ലുവിളിച്ച് നടക്കുകയാണ് പോലീസുകാരൻ. ഈ അജിത് കുമാർ, ഞങ്ങളെന്ന് തൊടാൻ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങാടിയിലൊക്കെ ഉണ്ടല്ലോ സാധാരണ ഈ അങ്ങാടി ഗുണ്ടകൾ വെല്ലുവിളിച്ച് നടക്കുന്നത്. ആ രീതിയിൽ ആ കമാൻഡോസിനെ വെല്ലുവിളിച്ച് നടക്കുക, പരാതി കൊടുക്കാനെല്ലാം തെളിവ് കൊടുക്കാനെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലീസ് മേഖലയാകെ ഈ രീതിയിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ അജിത് കുമാറും സംഘത്തിനാണ്. അതിന് പിന്തുണ നൽകുന്ന ശശി. ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾക്ക് ഈ പറഞ്ഞ പരാതികളുടെ മുകളിൽ ഈ റിപ്പോർട്ട് എന്നവർ ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിന് ശേഷം അതിന്റെ പരാതിക്കാരൻ എന്ന നിലക്ക് അതിന് കോപ്പി സർക്കാർ നൽകാൻ ബാധ്യസ്ഥനാണ്. ആ കോപ്പി വാങ്ങിക്കൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഇതിനൊന്ന് ഇനി എനിക്ക് ചെയ്യാൻ കഴിയുക. കാരണം ഞാൻ ഇതിനൊരു കൺക്ലൂഷൻ എന്ന് നിങ്ങളെ വിളിച്ച് പറയൽ വളരെ അത്യാവശ്യമാണ്. കാരണം ആ ജനങ്ങളാകെ കൺഫ്യൂഷനില്ല, പറഞ്ഞതും കേട്ടതും അല്ല വരുന്നത്. ഇപ്പോ CPIക്കാണെങ്കിൽ മിണ്ടാട്ടല്ല, നിങ്ങൾക്കറിയാലോ. ആ പാവം സുനിൽകുമാർ മാത്രം അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പാവം. ഇത് ഏറ്റെടുത്തിരുന്ന CPIനെ കാണാനില്ല. കാരണം ഈ ക്ലിയറൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രിസഭയുടെ മുന്നിൽ വരുമ്പോൾ 4 മന്ത്രിമാരുണ്ട് അവിടെ CPIക്ക്. അവർക്ക് പറയാലോ അപ്പൊ ഇത് കൊടുക്കാൻ പറ്റില്ല, അത് ഹോൾഡ് ചെയ്യണമെന്ന്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയാലോ. അപ്പൊ ഇതെല്ലാം എന്താ പറയാ സെറ്റിൽഡ് മാറ്ററാണ്. ഞാൻ ഈ ആദ്യം പറഞ്ഞു വന്ന പൊളിറ്റിക്കൽ നെക്സസ്, ഇതൊക്കെ ആളെ കാണിക്കാനുള്ള ഡയലോഗും അത് കഴിഞ്ഞാൽ വാതിലടച്ച് പുറത്തിറങ്ങിയാലുള്ള ഏർപ്പാടും അതിന്റെ ഭാഗം തന്നെയാ. CPIക്കൊന്നും അതിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം അവരുമായി ബന്ധപ്പെട്ട പലരും മറ്റവരുടെ കയ്യിലുണ്ട്. ഞാനിപ്പോ നിലമ്പൂര് താലൂക്കില് കഴിഞ്ഞ 3 വർഷത്തിനിടക്ക് നികത്തിയ ഭൂമികളുടെ കണക്ക് ചോദിച്ച് ഒരു വിവരാവകാശം കൊടുത്തിട്ട് 4 മാസമായി ഒരു MLA. നിങ്ങൾ മനസ്സിലാക്കണം, 5 സെന്റ് വീട് വെക്കാൻ പാവപ്പെട്ടവന് അത് നികത്താൻ പെർമിറ്റില്ല. നിലമ്പൂർ താലൂക്ക് കേരളമാകെ തന്നെ 100 കണക്കിന് ഏക്കർ ഭൂമി നികത്തി പോകുന്നുണ്ട്.
അപ്പൊ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് താലൂക്ക് തഹസിൽദാർക്ക് കൊടുത്ത അപേക്ഷ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പൊ ഈ കോടികളുടെ വരുമാനമാണ്. CPIന്റെ വായ അടപ്പിച്ചത് 2 ഫയൽ അങ്ങോട്ട് കൊടുത്തു വിട്ടുന്ന ഞാൻ കേട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ആവശ്യത്തിന് മതി എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വായിച്ചു വെക്കുന്നുണ്ട്. അവര് നികത്തിയ ഭൂമിന്റെ കണക്കാ കൊടുത്തു വിട്ടത്. ഇപ്പൊ മിനിയാന്ന് നിങ്ങൾ കണ്ടല്ലോ വാർത്തയിൽ. ഞാൻ ഈ പൈസയൊക്കെ എങ്ങോട്ടൊക്കെയാ പോണെന്നല്ല, സോറി, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. 10 കോടി രൂപയാണ്. എനിക്ക് തോന്നുന്നു 24 ആണ് ആ റിപ്പോർട്ട് ചെയ്ത് CPIയുടെ ഓഫീസിന്റെ പുനരുദ്ധാരണം. വാർത്ത കണ്ടിരുന്നില്ല. 10 കോടി രൂപയുടെ പുനരുദ്ധാരണം, എന്താ പറയാ, ഇന്റീരിയർ ഡെക്കറേഷൻ, ലിഫ്റ്റ് അടക്കം CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ. ഞാൻ പറയല്ല, ഇയാൾ തന്നെ പറഞ്ഞതാണ്. എന്താണ് CPI സെക്രട്ടറിയുടെ പേര്? ബിനോയ് വിശ്വം. ചാനലുകാരെ കൊണ്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗീയ കെട്ടിടത്തിന്റെ അകത്തളങ്ങൾ. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു 10 കോടി രൂപ മുടക്കിയിട്ടാണ് ഞങ്ങൾ പുനരുദ്ധരിക്കണം. ഇനി അത് 24-ലുണ്ട്. പാവപ്പെട്ട കർഷകരുടെ പാർട്ടിയെ 10 കോടി രൂപയെ ഉണ്ടാക്കിയ കെട്ടിടത്തിനകത്ത്. അപ്പൊ ഈ പണമൊക്കെ എവിടെനാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നും പൊങ്ങി വരില്ല. ആകത്തുക ആത്യന്തികമായി ഇതിന്റെ നഷ്ടമാർക്കാ കേരളത്തിലെ ജനങ്ങൾക്ക്. ഇവിടുത്തെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇത് ഏറ്റെടുക്കേണ്ട പത്രപ്രവർത്തകരാണെങ്കിലും നമ്മളൊരു ഘട്ടം കഴിയുമ്പോൾ എന്തായി ഈ സംഗതി വിട്ടു. എല്ലാവരും ഈ കളവും ചതിയും ഈ പറയുന്ന വഞ്ചനയും കൊള്ളയും നടത്തുന്ന എല്ലാവർക്കും അറിയാം. ഈ പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ഈ ആരോപണത്തിന്റെ ആയുസ് 10 ദിവസമോ 15 ദിവസമാണ്. പിന്നെ അതിന്റെ പിന്നാലെ പോകാൻ ആരുമില്ല. അപ്പൊ അജിത് കുമാർ ഇപ്പൊ അവസാനിക്കുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ജനങ്ങളോട് പറയുന്നത്, ജനങ്ങൾ ഇതിൽ അലർട്ടാവുക, ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നതിലപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നീതിയും ഈ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിന്റെ അവസാനത്തെ തെളിവാണ് ഇപ്പൊ ഈ കൊടുത്തുകൊണ്ടിട്ട റിപ്പോർട്ട്. അതെ, ഇല്ലല്ല, തുടങ്ങാൻ പോവാണ്. മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ച് ഇപ്പോ അടുത്ത നിയമസഭയിൽ വരുന്ന ബില്ല് തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കുള്ള അധികാര പരിധി ഫോറസ്റ്റിനകത്ത് മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആക്ടിവിറ്റീസിന് അവർക്ക് പോലീസിന്റെ സഹായം തേടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് അതിന്റെ സിസ്റ്റം. ആ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് പോലീസിനേക്കാളും അധികാരം ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൊടുക്കുന്ന ബില്ലാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ കോതമംഗലത്ത് പോയി. ആ എൽദോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 3 ദിവസം മുമ്പാണ് ആന ചവിട്ടിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങള് വന്യമൃഗശല്യം ഒരു ഭാഗത്ത് അതിശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ജനങ്ങളുടെ ഉണർത്തുക, ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് 972 വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തത്തക്ക രീതിയിലുള്ള നിലപാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ആ ജാഥ ആരംഭിക്കുന്നത്. അത് ഈ 62 മണ്ഡലങ്ങൾ, കാസർഗോഡ് ടു തിരുവനന്തപുരം, ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ തന്നെയാണ്. നമ്മുടെ DMK-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ചെറിയ നീണ്ടുപോക്ക് കൊണ്ടാണ് ജാഥയുടെ ഡേറ്റുകൾ ഫിക്സ് ചെയ്യാത്തത്. ബാക്കി കാര്യങ്ങളെല്ലാം ആ രീതിയിൽ നീങ്ങുന്നുണ്ട്. എല്ലാം പുരോഗതിയിലാണ്. ശക്തമായ, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തീരുമാനങ്ങളും ചില ആളുകളൊക്കെ ആ മൂവ്മെന്റിനോടൊപ്പം ഉണ്ടാവും. DMK-യുടെ പേരതായിക്കൊള്ളണമെന്നില്ല, ആ മൂവ്മെന്റിനോടൊപ്പം ഉണ്ടാവും. അതിപ്പോ കോൺഗ്രസ്, നമ്മളൊക്കെ പഴയ കോൺഗ്രസ് അല്ലേ. ഇപ്പൊ പണ്ട് ഇവരോടൊക്കെ വഴിയിൽ കണ്ട് നമ്മൾ ചായ കുടിച്ചാൽ ചായ കുടിച്ച പിരിയിൽ മാത്രം. ഇന്നിപ്പോ ആരെങ്കിലും കണ്ടൊന്ന് ചായ കുടിച്ചാൽ അത് ചർച്ച ചെയ്യുന്നില്ല, മാറ്റേ ഉള്ളൂ. അല്ലാതെ അത് വേറെ കാര്യമൊന്നുമില്ല. തുടരെ ഈ ആരോപണം എപ്പോഴും ഘട്ടത്തിലൊക്കെ പറയുന്നു. പക്ഷേ സർക്കാർ യാതൊരു
അല്ല, ഞാൻ പറഞ്ഞില്ലേ, അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കാൻ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. അജിത് കുമാറിനെ ഈ പടിക്ക് പുറത്ത് കടത്തണമെങ്കിൽ അജിത് കുമാർ പോകുമ്പോൾ ഈ കയ്യിൽ സഖാവ് പിണറായി വിജയന്റെ കൈയുണ്ടാവും. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടിയേ പോവുള്ളൂ, അത്ര സ്നേഹത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നിടത്തോളം കാലം ഇദ്ദേഹം ഈ സീറ്റിലിരിക്കും. അത് മനസ്സിലാക്കിയാൽ മതി കേരളത്തിലെ ജനങ്ങൾ. അതാണ് അതിന്റെ യഥാർത്ഥ അടിസ്ഥാനപരമായ വസ്തുത. ബാങ്ക് വായ്പ എടുത്തൊക്കെ ഞാൻ പറയല്ല, ഞാൻ നിങ്ങൾക്ക് ആധാരത്തിന്റെ കോപ്പി എന്നാണല്ലോ. മഞ്ചേരി നമ്മൾ എല്ലാവർക്കും ആധാരത്തിന്റെ കോപ്പി എടുത്ത ഞാൻ പറയുന്നതല്ല. ആധാരത്തിൽ രജിസ്ട്രേഷൻ അതോറിറ്റി രജിസ്ട്രാൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു വാക്കും ആ ഫ്ലാറ്റ് വാങ്ങി വിൽക്കുന്നതിൽ എന്റെ ഒരൊറ്റ വാക്കുമില്ല. എന്താണോ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ ഇപ്പൊ നമ്മളെ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന എന്താ പറയാ, വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം 2011 വാങ്ങി ഘട്ടം ഘട്ടമായി പൈസ കൊടുത്ത് 19 വിറ്റു എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആധാരത്തിൽ കാണണ്ടേ? ഒരു ഭൂമി വാങ്ങി ഒരു കൊല്ലത്തിന് നമ്മളൊക്കെ ഫ്ലാറ്റ് കച്ചവടം ചെയ്യുന്ന, അപ്പൊ അതിൽ ഓരോ ഘട്ടത്തിന് നമ്മൾ ചെക്ക് കൊടുക്കും. ആ ചെക്കാണ് ഓണർ ചെയ്ത് പോവുക. ആ ആധാരം എഴുതുമ്പോൾ ആ ചെക്ക് നമ്പർ എമൗണ്ട് അതിലുണ്ടാവും. 2011 ഫെബ്രുവരി തന്ന ചെക്ക് 2012 ഇന്ന മാസം തന്ന ചെക്ക് ഇത്ര എമൗണ്ട് ആ ആധാരത്തിൽ എഴുതും. ബാക്കി ഇത്ര പൈസ എല്ലാം കൂടി ചേർത്ത് അങ്ങനെയാണ് ആധാരം എഴുതുക. അല്ല, വിജിലൻസിൽ കണ്ടെത്താൻ പറഞ്ഞ ആ വിജിലൻസുകാർ ഇതിന് ഉത്തരം പറയേണ്ടി വരുന്നു. ഞാൻ മറ്റതൊക്കെ അവർക്ക് എന്തും പറയാം. ഇത് സർക്കാരിന്റെ പ്രൂവൺ ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ ഏത് വിജിലൻസ് ഉദ്യോഗസ്ഥന് അധികാരമുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ? എഴുതി വെച്ച് സർക്കാർ സീലടിച്ച സാധനം രജിസ്റ്റർ ഓഫീസിൽ കിടക്കുന്ന ഡോക്യുമെന്റിൽ ഇങ്ങനെ പറയുകയും അതല്ല ഞാൻ പല ഘട്ടത്തിലായിട്ട് പൈസ കൊടുത്തെന്ന് പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഏത് കോടതിയാ അത് അംഗീകരിക്കുക? അപ്പൊ അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥൻ ആരാണോ ഈ അന്വേഷണ സംഘത്തിൽ ആ വിഷയം ആ രീതിയിൽ എഴുതി വെച്ചത് അദ്ദേഹം ഇതിന് ആൻസറബിൾ ആണ്. മറ്റതൊക്കെ പലതും അന്വേഷിച്ച് കണ്ടെത്തണ്ട, അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സാധനമാണ് കൊടുത്തത്. അതിന്റെ മുകളിലൊരു എന്താ പറയാ ആക്ഷൻ ഇല്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരും. ഒരു കാര്യം കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ രാജ്യത്ത് ഈ പറയുന്ന നിയമവ്യവസ്ഥകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ADGP അജിത് കുമാറിനെ ആ DGP കസേരയിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആൾ ഇരിക്കില്ല നിയമപരമായിട്ട് എഴുതി വെച്ചത്. അത് പിണറായി അല്ല, 100 പിണറായി ആ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ. അത്രയും ക്രിമിനലിസം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 10 ആള് കൂടിയിട്ട് ഇത് എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് തള്ളി വിട്ടിട്ട് ഇവനെ ഇവിടുത്തെ രാജാവാക്കാമെന്ന് ഈ പറയുന്ന പിണറായിയോ ഈ പറയുന്ന പി.ശശിയോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് വെല്ലുവിളിക്കുകയാണെന്ന് ചോദിക്കുക. വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്ക് പോകാറില്ല. ഇവരെ നടത്തട്ടെ. ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഉണ്ടോ നമുക്ക് നോക്കാന്ന്. ഇങ്ങനെയുണ്ടോ? പുച്ഛിച്ച് തള്ളില്ല, എല്ലാം പുച്ഛിച്ച് തള്ളുക. 3.5 കോടി ജനങ്ങൾക്ക് ഒരു വിലയില്ല, ഒരു നിയമത്തിനും ഒരു വിലയില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പാന്ന് പറഞ്ഞു. ഇപ്പൊ ആരപ്പാ ആ സാധനം ചവിട്ടിക്കൊന്നും മൂലക്കലാക്കിയിട്ട് എവിടെത്തി കേസ്? ഇതല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ ഇന്നലെ ആ സാബു അവിടെ മരിച്ചത് ഇടുക്കി പോയി. ഞാൻ സഹകരണ സംഘത്തിന്റെ കൊള്ള പൈസ മുഴുവൻ സഹകരണ സംഘങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇവർക്ക് എന്താ പരിപാടി? നിങ്ങൾ എന്തിനാ ബാങ്കിൽ പൈസ ഇടുന്നത്? നമ്മളെന്തിനാ ഇടുന്നത്? അതൊരു സേഫർ ലോക്കറിൽ കൊടുക്കുക. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുക്കാൻ. ഈ പൈസ എടുത്ത് ഭയങ്കര കച്ചവടം അവിടുത്തെ എല്ലാ സഹകരണ സംഘവും. ഫുട്ബോൾ ഗ്രൗണ്ട്, ടർഫ്, സിനിമാ തിയേറ്റർ, കല്യാണ മണ്ഡപം, റിയൽ എസ്റ്റേറ്റ് അല്ലേ? പൈസ ഇട്ടാൻ ചെല്ലുമ്പോ പൈസ ഇല്ല. ഒരു സാധു അവിടെ കിടന്ന് തൂങ്ങി മരിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? പാർട്ടി പറയണത് ഞങ്ങളെ സാബുവിന്റെ കൂടെയാണ്. ഇന്നലെ പോയപ്പോഴത് മനസ്സിലായി. ഇത് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാം ഒരു നിഗൂഢമായ അവസ്ഥയിൽ എല്ലാ മേഖലയും. ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല മീറ്റിംഗ് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ അധികം വൈകാതെ
ഇവിടെ തന്നെ. നിങ്ങൾ ബേജാറാവണ്ട. കൊള്ളയടിക്കപ്പെടുകയാണ്, കൊള്ളയടിക്കുക. മനസ്സിലായില്ലേ? കരുവന്നൂർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഡെപ്പോസിറ്റ് ചെയ്തവൻ ഡെപ്പോസിറ്റ് പൈസക്ക് ബാങ്കിൽ പൈസ അല്ല. ബാങ്കിൽ പൈസ ഇട്ടിട്ട് ഇവർക്ക് എന്താ കാര്യം? ആർക്ക്? ഇത് കൈകാര്യം ചെയ്യുന്ന സഹകരണ സംഘത്തിന്റെ കമ്മിറ്റിക്കും മാനേജ്മെന്റിനും ഇവരിതെടുത്തിട്ട് ഭയങ്കര കച്ചവടമല്ലേ. അവിടെ ഭൂമി വാങ്ങണ്, ഇവിടെ ഭൂമി വാങ്ങണ്, എല്ലാ പൈസയും ഔട്ടാണ്. ഖജനാവിലൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരൻ ചിലപ്പോൾ കൊടുക്കാൻ പൈസ അല്ല. ബാങ്കിങ് സിസ്റ്റത്തെ തന്നെ ഒന്നായിട്ട് വിഴുങ്ങിയിരിക്കുകയാണ്. ഒന്നായിട്ട് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണിത്. അത് ഈ രീതി ഈ ആംഗിളിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. അത് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ആംഗിളിലേക്ക് അത് പോകും. അത്ര ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അതിലൊന്നും പറഞ്ഞല്ല. ഓലാണ്ടാകുമ്പോൾ തന്നെ പറഞ്ഞു തീർക്കട്ടെ. അതില് ഞാൻ പറയക്കുന്നതല്ലേ, അവരൊന്നും തന്നെ പറയട്ടെ. നിയമപരമായിട്ടുള്ള പോരാട്ടം പറഞ്ഞു. അല്ല അപ്പൊ എനിക്ക് മടിയെടുത്താളെ പിന്നാലെ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ഒരു നിയമവ്യവസ്ഥയിൽ ഒരു റെക്കോർഡ്, ഈ പറയുന്ന ഫ്ലാറ്റ് വാങ്ങിയതിന്റെ ക്ലീൻ എന്താ പറയാ റെക്കോർഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അങ്ങനെയല്ലാന്ന് ഇങ്ങനെയാണ് എന്ന് അങ്ങേര് പറഞ്ഞു എന്ന് പറഞ്ഞത് എഴുതി വെക്കാൻ ഏത് ഉദ്യോഗസ്ഥനെ സാധിക്കാന്ന്? ഏത് ഉദ്യോഗസ്ഥനെ സാധിക്കുക? ഇപ്പൊ വീട് വാങ്ങിയത് എന്താ, കൊട്ടാരം വാങ്ങിയടുത്ത് ലോൺ എടുത്തു എന്ന് പറഞ്ഞു. ലോൺ എത്ര കിട്ടുക? 10-20 കോടി രൂപയുടെ പ്രോപ്പർട്ടിയാ. 1 കോടി റുപ്യ നിങ്ങൾക്ക് ഒരു കെട്ടിടത്തിന് നിങ്ങൾക്ക് എത്രയാണ് ലോൺ കിട്ടുക? 60%, 70% അല്ലേ? അത്രയല്ലേ കിട്ടുള്ളൂ. അപ്പൊ 20 കോടി റുപ്യന്റെ പ്രോപ്പർട്ടിക്ക് 70% ലോണ് കിട്ടിയാലും എത്രയാ? 7 14 കോടി രൂപ. ബാക്കി 6 കോടി റുപ്യ എവിടുന്ന? അതെവിടുന്ന വന്നത്? മാത്രല്ല ഈ ലോൺ, ഈ കോടിക്കണക്കിന് രൂപ ലോൺ എടുക്കുമോ അത് അടക്കണ്ടേ? അതിന്റെ വരുമാനം എവിടുന്ന? 6-7 കോടി രൂപ ലോൺ എടുത്താല് ഒരു മാസം 10 ലക്ഷത്തിന് മേലെ അടക്കണം. ലോൺ എടുത്തു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ 10 ലക്ഷം എടുക്കണമെങ്കിൽ എവിടുന്ന 2-2.5 ലക്ഷം റുപ്യ ആൾക്ക് ശമ്പളം ഉണ്ട്. ബാക്കി 7 ലക്ഷം രൂപ എവിടുന്ന? ആരാ കൊണ്ടു കൊടുക്കുന്നത്? അതൊക്കെ ഒരു ആംഗിളിൽ അവരെ പറഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു പോവില്ല. ഇപ്പൊ റിപ്പോർട്ടൊക്കെ കൊടുക്കട്ടെ. ആ കൊടുത്തോം വിവരറിയും, അത്രയും കാര്യം പറയാനുള്ളൂ. ഇപ്പോഴും കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണമെന്ന് ആലോചിച്ച് കൊടുത്താൽ നല്ലതാ. ഇവനെ എന്താ പറയാ വണ്ടി കയറ്റി വിടുമ്പോഴേ ഈ കൊടുത്തോന്റെ വീടും കുട്ടികളും പട്ടിണി കിടക്കുന്നിടത്തേക്ക് പോകുന്നില്ല, അവിടെ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് വെള്ളരിക്ക പട്ടണം ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ല, അത് മുഖ്യമന്ത്രി തന്നെ ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടിട്ടല്ലേ കൈകാര്യം ചെയ്ത്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണ്. അത്രത്തോളം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. അത് പോട്ടെ, അതുകൊണ്ടൊന്നും ഇപ്പൊ അവസാനിപ്പില്ല. യെസ് മൈ ഡിയർ. അല്ലാതെ നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റുമോ? ഒരു നെക്സസിന്റെയും കൂടെ ഉണ്ടാവില്ല. നെക്സസ് കുറച്ചും കൂടെ ഒക്കെ ഇനിയും വരാനുണ്ട്. മലപ്പുറത്തുകാർക്കൊക്കെ അതിന് കുറച്ച് ദിവസമായിട്ട് വലിയ എന്താ പറയാ തിരക്കൊന്നും ഇല്ല എന്നാ. നിങ്ങൾക്ക് കുറച്ച് പണി തരുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ കുറച്ച് ഓടേണ്ടി വരും നിങ്ങൾ.